കുറുപ്പന്തറ റെയിൽവേ ഗേറ്റ് താൽക്കാലികമായി അടച്ചു. അതിവേഗ ട്രെയിനുകൾക്കായി പാളങ്ങൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇതുവഴിയുള്ള ഗതാഗതം നിലവിൽ നിയന്ത്രിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് വേണ്ടത്ര അറിയിപ്പ് നൽകാതിരുന്നത് മൂലം വാഹനയാത്രക്കാർ വലഞ്ഞു. പല വാഹനയാത്രക്കാരും കുറുപ്പന്തറ റെയിൽവേ ഗേറ്റിനടുത്ത് എത്തിയ ശേഷമാണ് മറ്റു വഴികളിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ എത്തിയത്. റെയിൽവേ വികസനങ്ങളുടെ ഭാഗമായി കുറുപ്പന്തറയിൽ പുതിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള ജോലികൾ നടന്നു വരികയാണ്. നമ്മുടെ ഇന്ത്യയുടെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ കംപ്ലീറ്റ് റെയിൽവേകളെല്ലാം പഴയ ട്രെയിനുകൾ മാറി പുതിയ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത്. ഈ വന്ദേ ഭാരത് പോകണമെങ്കിൽ 140-180 കിലോമീറ്റർ സ്പീഡ് വേണം. അപ്പോൾ അങ്ങനെ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രാക്കുകളെല്ലാം മാറ്റണം. കാരണം പഴയ ട്രാക്ക് 70-80 കിലോമീറ്റർ സ്പീഡിലാണ് പഴയ ട്രെയിനുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോരാ. അപ്പോൾ ആ ട്രാക്ക് മാറി പുതിയ ട്രാക്ക് വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ട്രെയിൻ അത്ര സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള മാത്രമേ നമ്മുടെ സമയം നമുക്ക് നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയം നമുക്ക് ചുരുക്കണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ആ ട്രെയിൻ പോകുന്ന സംവിധാനം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ട്രാക്കെല്ലാം മാറുന്നത്. അതായത് ഇപ്പോൾ ഈ വളവുകൾ നിവർത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് വളവ് നിവർക്കാനുള്ളത്. അത് നമുക്കറിയത്തില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഈ കഴിഞ്ഞ 2 മാസം മുന്നേ അതിന് അപ്പുറത്തെ ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക്, കാരണം കോട്ടയം പോകുന്നത്, ആ ട്രാക്കിലെ അത്രയും ഭാഗം നമ്മുടെ ഈ റോഡിൽ പോകുന്ന അത്രയും ഭാഗത്തെ റെയിൽവേ ഇതെല്ലാം മാറി, ട്രാക്ക് മാറി, കോൺക്രീറ്റ് മാറി, അവിടെ നല്ലത് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പം കാരണം കോട്ടയം എറണാകുളത്ത് പോകുന്ന ട്രാക്ക് മാറാൻ വേണ്ടിയിരുന്നത്. പക്ഷേ അത് അവർക്ക് വേറെ 1-2 പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് അവർ അവിടെ അങ്ങോട്ട് പോയി. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിപ്പോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തു. കാരണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നലെയാണ് ഈ ട്രാക്ക് ഇത്രയും ഭാഗം, അതായത് ഇവിടുന്ന് ഇത്രയും ഭാഗം ആ പുതിയ റെയിൽവേ ഇതാണ് വെച്ചിരിക്കുന്നത്, ട്രാക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇന്നലെ രാത്രി എൻ്റെ 12 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം 12 മണി മുതൽ വെളുപ്പിനെ ഒരു 5:30 വരെ റെയിൽവേ ട്രെയിൻ അധികം ഇല്ല. അതുകൊണ്ട് ഇന്നലെ പകൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇന്നലെ രാത്രി അത് മാറി, ഇപ്പോൾ സിമെൻറ്റ് കട്ടയും മാറി, ഇപ്പോൾ ട്രാക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് ഇവിടുന്ന് അങ്ങേറ്റം വരെ അത് കോൺക്രീറ്റ് ചെയ്യാൻ മറ്റേ ടാർ ചെയ്യാൻ പോവാം. കാരണം ടാർ കൂടി ചെയ്തെങ്കിലേ ഉള്ളൂ അത് സേഫ് ആയിട്ട് അത് ഇവിടെ ഇരിക്കുള്ളൂ. പ്രദേശത്തെ പല കെട്ടിടങ്ങളും ഇതിനോടകം പൊളിച്ചു നീക്കി കഴിഞ്ഞതായും പ്രദേശവാസികൾ പറഞ്ഞു.